മാരേജ് കൗൺസിലിംഗ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിവാഹ ജീവിതത്തിൻ്റെ 5 ഘട്ടങ്ങളെക്കുറിച്ചും ഈ ഓരോ ഘട്ടത്തിൽ ദമ്പതികൾ എങ്ങനെ കുടുങ്ങിപ്പോകുന്നു എന്നതിനെക്കുറിച്ചും ലളിതമായ ചില ദിവസേന ഉണ്ടാകുന്ന ചില വ്യവഹാരങ്ങളിലൂടെ എങ്ങനെ നമുക്ക് സ്നേഹം പുനർനിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്നേഹം കിട്ടുന്നത് കുറഞ്ഞുപോയി എന്ന് തോന്നിയോ? അതൊരു ശീലമായി മാറിപ്പോയോ? നമ്മുടെ ആശയവിനിമയം താറുമാറിലായോ? എന്നും കോൺഫ്ലിക്റ്റുകൾ നിറഞ്ഞ ജീവിതമായോ? തീർച്ചയായും ഈ വീഡിയോ അതിനുള്ള സൊല്യൂഷനാണ്. ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻചാൻറ്റ്മെൻറ്റ് സ്റ്റേജാണ്. ആകർഷണത്തിൻ്റെ സ്റ്റേജ്, ഹണിമൂൺ ഫേസ് എന്നാണ് അങ്ങ് പറയാം. നമ്മൾ പരസ്പരം ദമ്പതികൾ പറയാണ്, നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലെല്ലാം പൂർണ്ണമായി തോന്നും. അവർക്കിടയിലെ വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റില്ല. ആവേശവും പ്രതീക്ഷയും മാത്രമായിരിക്കും ഈ ഒരു സ്റ്റേജിലുണ്ടാവുക. ഇപ്പോൾ സ്റ്റേജ് 1, ഊഷ്മളമായ സ്റ്റേജ് 1 കഴിഞ്ഞ് സ്റ്റേജ് 2 ഇത് ഡിസ്ഇല്യൂഷൻമെൻറ്റ് സ്റ്റേജാണ്. വേദനാജനകമായ ഒരു തിരിച്ചറിയുന്ന സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കപ്പിൾസിന് പരസ്പരം നിരാശ തോന്നുന്നൊരു സമയമാണ്. ചിന്തകളൊക്കെ മാറിത്തുടങ്ങി. നീ കാരണമാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്ന് വിചാരിച്ച സ്റ്റേജ് 1 നിന്ന് സ്റ്റേജിൽ എത്തിയെത്തിയപ്പോൾ എനിക്ക് സന്തോഷം കിട്ടാത്തത് നീ ഒറ്റ ആൾ കാരണമാണെന്നുള്ള രീതിയിലേക്ക് മാറി. ഈ ഒരു ഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വലുതായി തോന്നും. വ്യത്യാസങ്ങളൊക്കെ വളരെ ശക്തമായി തുടങ്ങും. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഈ സ്റ്റേജ് കഴിഞ്ഞ് കപ്പിൾസ് സ്റ്റേജ് 3 പ്രവേശിക്കുമ്പോൾ അത് ഒബ്ലിഗേഷൻ സ്റ്റേജാണ്. റൂംമേറ്റ് മാരേജ് എന്ന് പറയും. അവിടെ കപ്പിൾസ് ഫിസിക്കലി ഒരുമിച്ച് തന്നെ ആയിരിക്കും താമസിക്കുന്നത്, പക്ഷെ വൈകാരികമായിട്ട് ഒരുപാട് അകന്നിട്ടുണ്ടാവും. ഒരു സമയത്ത് തോന്നുന്നൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, നീ മാറിയാൽ ഞാൻ സന്തോഷിക്കുമെന്ന ചിന്തയാവും. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നാവും എന്നുള്ള ഒരു ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ജീവിതം ഒരു ശീലമായി അങ്ങ് പോകും. അവിടെ പ്രണയം ഉണ്ടാവില്ല. സംഭാഷണങ്ങളൊക്കെ ആവശ്യത്തിന് മാത്രം, ഹൃദയം തൊട്ടുള്ള സംഭാഷണം ഉണ്ടാവില്ല. ഈ ഘട്ടവും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇത് സ്റ്റേജ് 4 ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്റ്റേജാണ്. ഹീലിംഗ് സ്റ്റേജ്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ പോകുന്നൊരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ മറ്റൊരു ഐഡിയ ഉദിക്കുകയാണ്. എൻ്റെ സന്തോഷത്തിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന് തിരിച്ചറിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ആരോഗ്യപരമായിട്ടുള്ളൊരു മാറ്റം തുടങ്ങുന്നത്. ഈ ഘട്ടത്തിൽ നീയാണ് സന്തോഷം എന്ന് പറഞ്ഞു, എൻ്റെ സന്തോഷം കെടുത്തുന്നത് നീയാണെന്ന് പറഞ്ഞു, നീ ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഹീൽ ചെയ്യാണ്. അവിടെ നമ്മൾ തിരിച്ചറിയാണ്, ഓരോ കപ്പിൾസും തിരിച്ചറിയാണ്, ഞാൻ തന്നെയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഉത്തരവാദി. ഈ ഒരു സമയത്ത് കപ്പിൾസ് എന്താവും? പരസ്പരം അവരുടെ വ്യക്തിത്വത്തെ പരസ്പരം ബഹുമാനിക്കും. ആശയവിനിമയവും നന്നാവും. കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് സന്തോഷിക്കുകയും ചെയ്യും, എൻജോയ് ചെയ്യും. അടുത്തത് സ്റ്റേജ് 5 ആണ്. ഈ ഒരു ബന്ധത്തിലെ അവസാനത്തെ സ്റ്റേജ്, മാച്വർ ലവ്, ദ ഹയസ്റ്റ് സ്റ്റേജ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പക്വ സ്നേഹത്തിൻ്റെ ഭാവം. നിന്നെ പിന്തുണച്ച് നിൽക്കുന്നതാണ് എനിക്ക് സന്തോഷം നൽകുന്നത് എന്ന നിലപാട്. ഹാപ്പിനെസ് കംസ് ഫ്രം ഗിവിങ് ആൻഡ് സപ്പോർട്ടിങ് യു. ഈ ഒരു സമയത്ത് പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല എന്നുള്ളതാണ്. ആദ്യത്തെ സമയങ്ങളിലൊക്കെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല. വ്യത്യാസങ്ങൾ വിലമതിക്കുന്നതാണ്. സ്നേഹം സേവനമാണ്.